ശ്രീമതി രാധിക വർമ്മ, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്കുണ്ട്. UDF, LDF, BJP, NDA, അവിടെ ഏതു സമയത്തും ഒരുമിക്കാവുന്ന, ഒന്നിച്ചു നിന്ന് നിങ്ങളെ മാറ്റി നിർത്താം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘം മറുവശത്തുണ്ട്. അതിനെ എങ്ങനെയാകും BJP മറികടക്കുക? തീർച്ചയായും ഇതുവരെയുള്ള സംഭവങ്ങളിൽ കഴിഞ്ഞ കൗൺസിലിൽ തന്നെ കാലയളവിൽ നമ്മൾ കണ്ടതാണ്. BJP 15 സീറ്റിൽ BJP ജയിച്ചു വന്നപ്പോൾ, മെമ്പേഴ്സ് ഉള്ളപ്പോൾ, 8 സീറ്റിൽ UDF ഉള്ളപ്പോൾ ഒരെണ്ണം പോലും, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും BJPക്ക് തരാതെ അവരൊന്നിച്ചു. അപ്പം നമുക്കറിയാം അവരുടെ സഖ്യം അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ തീർച്ചയായിട്ടും രണ്ടുപേരും രണ്ട് ചേരിയിൽ നിൽക്കുന്നു എന്ന് വെച്ചാലും തീർച്ചയായിട്ടും കേരളത്തിന് പുറത്ത് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. പക്ഷേ അത് നമുക്ക് നമ്മുടെ തൃപ്പൂണിത്തുറയിലും കാണാൻ സാധിച്ചു, ഇന്ത്യ സഖ്യം ഒന്നായി തന്നെ നിൽക്കുന്നതായിട്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും. തീർച്ചയായിട്ടും ഈ 5 വർഷം തികയ്ക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്.